ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനാമികയും അച്ഛനും അമ്മയും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ ദേവയാനിയെ പറ്റി പറയുക കേട്ടോ. അനാമികയോട് പറയുന്നു, മോളെ ഇപ്പോൾ ആകെ പ്രശ്നമായി, ദേവയാനിയുടെ കാര്യം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക, ലിവറിന് കംപ്ലൈൻ്റ് ആയിരുന്നു. അയ്യോ, അപ്പോൾ തട്ടിപ്പോകുമോ എന്ന് രേവതി ചോദിച്ചപ്പോൾ, പെട്ടെന്ന് ലിവർ മാറ്റി വെച്ചില്ലെങ്കിലേ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പോലീസ് കേസാവും അച്ഛാ എന്ന് മകള് ചോദിക്കുമ്പോൾ, പോലീസ് കേസാവുന്ന കാര്യമൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, നേരത്തെ ബ്ലഡ് കൊടുക്കാനേ ആളുണ്ടായിരുന്നു, ഇന്നിപ്പോൾ ഇവിടെ ആരെങ്കിലും സഹായിച്ചില്ലെങ്കിലേ നിന്റെ മുന്നിലേക്ക് അവർ വരും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. നിന്റെയും അവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലേ മോളെ, അപ്പോൾ നിന്നോട് അവർ സഹായം ചോദിക്കത്തില്ലെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ ലിവർ കൊടുക്കാനോ? ആ അതേന്നേ എൻ്റെ പൊന്നെ, എന്നെ കൊണ്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല, ചോര കൊടുക്കാൻ തന്നെ എനിക്ക് പേടിയാണ്, പിന്നെ അല്ലേ എൻ്റെ ശരീരം കീറി മുറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുമ്പോൾ, അതിന് നിന്നോട് ആരും ഒന്നും ചോദിച്ചില്ലല്ലോ മോളെ എന്ന് രേവതി ചോദിക്കുമ്പോൾ, ചോദിച്ചില്ല, പക്ഷെ അവളെ മുകളിലോട്ട് കെട്ടിയെടുക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആരുടെ കയ്യും കാലും പിടിക്കാൻ തയ്യാറാകാനും അവരുടെ ബന്ധുക്കളും മടിക്കില്ല എന്ന് പറഞ്ഞു ഈ വേണു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകണില്ല അച്ഛാ, അപ്പോൾ അങ്ങനെ പോകാതിരിക്കുന്നത് ബുദ്ധിയല്ല മോളെ എന്ന് രേവതിയും പറഞ്ഞു. പോകുമ്പോൾ അവരൊക്കെ എന്നോട് സഹായം ചോദിച്ചാലോ, പ്രത്യേകിച്ച് ആ അനി എന്നോട് അങ്ങനെ പറയുകയും ചെയ്യും, അതാ കുഴപ്പം. നേരത്തെ കളിച്ചതുപോലെ ഒരു കളി കളിക്കാം, ആരെങ്കിലും സഹായിക്കാനായിട്ട് വരികയാണെങ്കിലേ മോൾക്കതിന് സമ്മതമായിരുന്നു എന്ന് പറയാം. പക്ഷെ അത് കേട്ടിട്ട് വരുന്നവരെ അവർ പറഞ്ഞയക്കാനൊന്നും നോക്കരുതെന്നൊക്കെ പറഞ്ഞ് വേണു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പം ഇത് വലിയ തലവേദനയായല്ലോ എന്ന് അനാമിക. അതെ അതെ, ഒരുത്തിയുടെ ഗർഭം കലക്കാൻ വേണ്ടി ചെയ്തതാ, ഇപ്പം നമുക്കത് കോടാലിയായി വന്നിരിക്കുകയാണെന്ന് രേവതിയും പറയും അവിടെ ഇരുന്നു. ഇനി എന്തൊക്കെ വന്നാലും ശരി, എന്നെ കൊണ്ട് എൻ്റെ ശരീരം വൃത്തികേടാക്കാൻ പറ്റത്തില്ല. അവർക്കുണ്ടല്ലോ ഒരു മരുമകള്, അവരോട് പറയട്ടെ അമ്മായിമ്മയെ സഹായിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ, അതിന് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലല്ലോ മോളെ എന്നും പറഞ്ഞ് വേണു. ലോകത്ത് വളരെ കുറച്ച് പേർക്കേ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളൂ. ഇപ്പം നോക്കണേ, എൻ്റെ കാലക്കേടിന് അവരുടെയും എൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായി പോയി, എന്ത് കഷ്ടം വന്നു. അല്ലെങ്കിൽ ഈ ടെൻഷൻ്റെ ഒന്നും ആവശ്യം എനിക്ക് വരില്ലായിരുന്നു, വെറുതെ സഹതാപം നടിച്ച് അവിടെയൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ അങ്ങ് നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അനാമിക പറയുമ്പോൾ, എന്തായാലും നീ ഇപ്പം അങ്ങോട്ട് വിളിക്കാനൊന്നും പോകണ്ട, അതാട്ടോ നല്ലതെന്നും പറഞ്ഞ് വേണു അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് അങ്ങ് പോകുക. പുതിയ പ്ലാൻ ഇവിടെ അമ്മയും മക്കളും കൂടെ, അച്ഛനും അമ്മയും മോളും കൂടി ഒരുമിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണെന്ന് ഓർക്കണം. അതും പറഞ്ഞ് വേണു അങ്ങ് പോയപ്പോൾ രണ്ടെണ്ണങ്ങളും കൂടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നയനയ്ക്ക് വേണ്ട ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് നോക്കുക. അപ്പോൾ എല്ലാം വന്നു സെറ്റാക്കി. പിന്നെ കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞില്ലേ എന്ന് നയനയോട് ഡോക്ടർ ചോദിക്കാം. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ ബോധവതിയാണ് ഡോക്ടർ, മനസ്സോടെയൊന്നും അല്ല ഞാനിതിന് തയ്യാറായതെന്നും 100% താല്പര്യത്തോടെയാണ് എന്ന് നയന പറഞ്ഞപ്പം, ഇത്തരം കാര്യങ്ങൾക്ക് ഒരാൾ സുമനസാലെ കടന്നു വരുമ്പോൾ അയാളെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകുമെന്ന് പറഞ്ഞു ഡോക്ടർ നയനയോട്. ഇവിടെ ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അത് കാര്യം അറിഞ്ഞിട്ടൊന്നുമില്ല ഡോക്ടർ, എൻ്റെ അച്ഛനും അമ്മയും അനുജത്തിയും പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം, അവരിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അന്നേരം ഈ ഡോക്ടർ പറയാം, അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റ് ആണല്ലേ എന്ന് ചോദിച്ചപ്പം, അതെ, അതുകൊണ്ട് ഒരു കാരണവശാലും അച്ഛനെ ഇതൊന്നും അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും നയന ഈ ഡോക്ടറോട് പറയുക. അമ്മായിയമ്മയ്ക്ക് ജീവൻ കൊടുക്കാൻ മരുമകൾ തയ്യാറാ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അമ്മായിയമ്മ ഇതുവരെ ഈ കുട്ടിയെ മനസ്സിലാക്കാൻ തയ്യാറായിട്ടില്ല എന്ന്. അത് കേട്ടപ്പോൾ നമ്മളുടെ കടമകൾ ചെയ്യുക, പിന്നെ ബാക്കിയൊക്കെ മുകളിൽ ഒരാൾ അറിയുന്നുണ്ടല്ലോ കുട്ടിയെന്ന് ഈ മെയിൻ ഡോക്ടറിൽ നിന്ന് പറയാം. നയനയ്ക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, എന്നാൽ ദേവയാനിയുടെ കാര്യം അതല്ല, എത്രയും പെട്ടെന്ന് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും ഈ മെയിൻ ഡോക്ടർ പറയാം. ഇന്നലെ രാത്രിയിൽ ബ്ലഡ് ഒമിറ്റ് ചെയ്തതുപോലെ ഇനിയും സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പം, എനിക്ക് എന്ത് സംഭവിച്ചാലും അമ്മയ്ക്കൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞു നമ്മുടെ നയന. അപ്പോൾ രണ്ടാൾക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല, ഞങ്ങളുടെ ഡോക്ടർമാരുടെ ആഗ്രഹവും അതുതന്നെയാണ്. ഇന്ന് ശരി കുട്ടി പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നയനയെ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ നയന അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഡോക്ടേഴ്സ് തമ്മിൽ നിന്ന് നയനയെ പറ്റി സംസാരിക്കാം. മനസ്സിന് നല്ല ധൈര്യമുള്ള കുട്ടിയാണ്, അത് തന്നെ ഈ കേസിൽ വലിയ കാര്യമാണ് എന്ന്. അങ്ങനെ അവിടെ എല്ലാം നടക്കുന്നു. പുറത്ത് ആദർശും ജയനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്താണ് എന്നുള്ളത് അറിയാൻ. അപ്പോൾ ഒരിടത്ത് അമ്മ, ഒരിടത്ത് ഭാര്യ. അവിടെ അമ്മയുടെ ഭാഗത്താണ് തെറ്റ്. ഭാര്യ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ 100% ശരിയാണ്. ഇവിടെ പെട്ടുപോകുന്നത് ഞാനല്ലേ അച്ഛാ എന്ന് ആദർശ് ചോദിക്കുക അച്ഛനോട്. രണ്ടുപേരെയും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എനിക്ക്. അത് കേട്ടപ്പോൾ, ശരി ആരുടെ ഭാഗത്താണെന്ന് വെച്ചാൽ അവർക്കൊപ്പം നിൽക്കുകയാണ് മോനെ വേണ്ടത്. അങ്ങനെയാണ് നിന്റെ മുത്തശ്ശൻ എന്നെയും നിന്നെയും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത്, അത് മറന്നു പോകരുത്. ഇതൊക്കെ ഇപ്പോൾ നിന്റെ വർക്കിനെ പോലും ബാധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ, നമ്മൾ കമ്പനിയിൽ ചെന്നില്ലെങ്കിലും വർക്ക് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോയിക്കോളൂ അച്ഛാ, അത്രയ്ക്ക് കഴിവുള്ള ആൾക്കാരെയാണല്ലോ നമ്മളവിടെ വെച്ചിരിക്കുന്നതെന്ന് ആദർശ് പറയുവാണേ. പക്ഷേ അതല്ലല്ലോ അച്ഛാ, കമ്പനി ഒന്നാമതെത്തിയാൽ സമ്പത്ത് കൂടും, അതുകൊണ്ട് എന്താ അച്ഛാ പ്രയോജനം?
കോടികളുണ്ടെന്ന് കരുതി മനസ്സമാധാനം എന്നൊന്ന് കിട്ടുമോ? അപ്പം അച്ഛൻ പറയുന്നത് പോലെ ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു കണക്കിന് നല്ലതിനാ മോനെ. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജീവിതം നിനക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്ന് ജയൻ പറയാം. ഇന്നത്തെ കാലത്ത് നല്ലൊരു ദാമ്പത്യം ഉണ്ടാകാനാ പാട്. എന്നാൽ ഇവിടെ നിന്നെ മനസ്സിലാക്കുന്ന, നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു കുട്ടിയായാണ് നിനക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അച്ഛൻ മകനോട് പറയാം. അത് നിനക്ക് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യുവിടാന്നും പറഞ്ഞു. നിന്റെ അമ്മയല്ല നയന, അവള് സത്യം പറഞ്ഞാലേ അനന്തപുരി തറവാട്ടിൽ ജനിക്കേണ്ട കുട്ടിയായിരുന്നു. അങ്ങനെ ജനിച്ചില്ലെങ്കിലും അന്ന് കല്യാണ സമയത്ത് പുരോഹിതൻ പറഞ്ഞതുപോലെ ദൈവം നിനക്കായി കരുതി വെച്ചിരുന്ന പുണ്യം തന്നെയാണ് നിന്റെ ഭാര്യയെന്നും ജയൻ ആദർശനോട് പറയാം. അതുകൊണ്ട് ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അവളെ നീ കൈവിട്ട് കളഞ്ഞേക്കല്ലേടാ മക്കളെ എന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ മകനോട് പറയണം. അങ്ങനെ അവർ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ടെസ്റ്റുകളും കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ട് നമ്മുടെ നയനെ ഇങ്ങോട്ടേക്ക് വരുന്നത്. നയനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ വേഗം തന്നെ നയനോട് കാര്യങ്ങൾ തിരക്കും എന്തായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല ആദർശേട്ടാ എന്ന് നയനെ പറയുന്നു. അമ്മയെ ധൈര്യമായിട്ട് സഹായിച്ചോളാനാണ് ഡോക്ടർ പറഞ്ഞതെന്ന്. അപ്പോൾ മോളോട് അച്ഛനും അമ്മയും ഇത് അറിയുമ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തില്ലേ? ഏതു നേരവും മോളെ തള്ളിക്കളയുന്ന അമ്മായിമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ സ്വാർത്ഥത കാണിച്ചു എന്ന് പറയില്ലേ എന്ന് ജയൻ ചോദിക്കുമ്പോൾ ഒരിക്കലും പറയില്ല. ഇത് എൻ്റെ മാത്രം തീരുമാനമല്ലേ അച്ഛാ. നമ്മുടെ ആദർശേട്ടൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ ആദർശേട്ടൻ മാത്രമാണ് സമ്മതം മൂളേണ്ടത് എന്ന് നയന പറയുന്നു. നിന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതിന് സമ്മതം മൂളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്നോട് ചെയ്യുന്ന ചതിയാണെന്ന് നയന അന്നേരം ആദർശിനോട് പറയുക കേട്ടോ. ഇതുപോലുള്ള സാഹചര്യത്തിൽ കുടുംബത്തെ സഹായിക്കാൻ ആളുള്ളത് നല്ലതാണെന്നാ ഡോക്ടർ എന്നോട് പറഞ്ഞതെന്ന് നയന ആദർശിനോട് പറയുവാണേ. അപ്പോൾ ഡോക്ടർമാർ അങ്ങനെയൊക്കെയല്ലേ മോളെ പറയത്തുള്ളൂ. എന്നാൽ ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് വെച്ചിട്ട് ഒരു ഡോണറെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ആ നേരത്താ മോളിപ്പോൾ മുന്നിട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ ജയൻ നയനയോട് പറഞ്ഞു. ഇനിയിപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ പോലും പറ്റത്തുള്ളൂ. ഇവളിങ്ങനെയൊക്കെ പറയത്തുള്ളൂ എന്ന് നയനയോട് ആദർശ് പറയുന്നു. അത് കേട്ടപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി ആദർശേട്ടനും അച്ഛനും ഡോക്ടറെ കാണും എന്നുള്ള കാര്യം എനിക്കറിയാലോ. പിന്നെന്തിനു ഞാൻ വെറുതെ ഓരോന്ന് പറയുന്നേ? വിശദമായി പരിശോധനയ്ക്ക് ശേഷം കരൾ കൊടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മോളുടെ അച്ഛനെയും അമ്മയും ഇത് വിളിച്ച് പറയണ്ടേന്ന് ജയൻ ചോദിക്കുമ്പോൾ തൽക്കാലം ഇത് പറയണ്ട അച്ഛാ എന്ന് നയന പറഞ്ഞു. കാരണം അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു, അവർക്കത് വിഷമമാകുന്നു. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഇങ്ങനെ ഇതൊന്നും അറിയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ മുത്തശ്ശനെയും മുത്തശ്ശിയെയും മാത്രമല്ല പലരും ഇതറിയാൻ പാടില്ല എന്ന് ആദർശ് അന്നേരം അവിടെ വെച്ച് ഇങ്ങനെ പറയാം. നീയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തതെന്ന് പലരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതും മറച്ചു വെക്കേണ്ടി വരുമല്ലേ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ആദർശേട്ടനും അച്ഛനും ഇവിടെ വന്നതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോയിട്ടില്ലല്ലോ. രണ്ടുപേരും വീട്ടിൽ പോയി ഒന്ന് വിശ്രമിച്ചിട്ട് വാ. എന്തായാലും എനിക്കിനി എങ്ങോട്ടും മാറാൻ പറ്റത്തില്ലെന്ന് നയന പറയുമ്പോൾ ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് ആദർശ് പറയും. പിന്നെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നന്നായി ഒന്ന് പ്രാർത്ഥിക്കാനും പറയാം. അപ്പോൾ ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ അവിടെ നിന്ന് പോകുക. അപ്പോൾ ആദർശ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ജയനും അതുപോലെ തന്നെ നയനയും കൂടി അവിടെ ഇങ്ങനെ നിൽക്കുക. അവനാകെ തകർന്ന് നടക്കുക മോളെ എന്നന്നേരം ആദർശിനെ പറ്റി പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ. കരൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. അതിനു മുൻപ് എല്ലാ ഡോക്ടേഴ്സിനും എന്നോട് സംസാരിക്കാനുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന കാര്യങ്ങൾ നയന പറയാം. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ബോധവതിയാണ്. ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അച്ഛാ. എങ്കിലും സൈക്യാട്രിസ്റ്റുമായിട്ട് സംസാരിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും എന്താ പറയാൻ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ അർത്ഥ മനസ്സോടെയല്ല ഇതിന് സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെ ഉപദേശങ്ങളുടെ ഒന്നും ആവശ്യം എനിക്ക് വേണ്ട അച്ഛാ. അമ്മ പഴയ നിലയിലേക്ക് തിരിച്ചു വരണം. എനിക്ക് അത്രേ ഉള്ളൂ അച്ഛാ എന്നും പറഞ്ഞ് നയനെ ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് മാറിയിരിക്കുന്നു. അപ്പോഴേക്കും ജയൻ തൻ്റെ മരുമകളെ പറ്റി ഓർത്ത് കരയും കേട്ടോ. ആ മനസ്സിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദർശ് വീട്ടിലേക്ക് ചെല്ലുന്നു. മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഇരിക്കുക. ആദർശിനെ കണ്ടപ്പോഴേക്കും അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മക്കളെ എന്ന് ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ആദർശ് പറഞ്ഞു. ഇടയ്ക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു എന്നും പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ മുഖാമുഖം നോക്കുക. നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരുടെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. മോനെ, വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന ഹോസ്പിറ്റലാണ്, നിന്നേക്കാളും ഒരുപാട് മുൻപ്. അതുകൊണ്ട് അവർ വിളിച്ചു കഴിഞ്ഞാലേ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് മുത്തശ്ശൻ അന്നേരം ആദർശിനോട് പറഞ്ഞ്. ദേവയാനിക്ക് കൂടുതലല്ലേ മോനെ എന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദർശ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, നീ എന്തിനാടാ കള്ളം പറയുന്നത്? കരൾ സംബന്ധമായിട്ടുള്ള അസുഖമാണല്ലേ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ, ഉള്ളിൽ ചെന്ന വിഷമാണ് അമ്മയെ ചതിച്ചത് എന്ന് പറഞ്ഞു. കരൾ മാറ്റി വെക്കേണ്ടി വരുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത് എന്ന് മുത്തശ്ശനോട് നമ്മുടെ ആദർശ് പറയുക. അത് കേട്ടപ്പോഴേക്കും മുത്തശ്ശി അവിടെ നിന്ന് കരയുവാണ്. ആദർശിൻ്റെ കയ്യിൽ നിന്ന് പോവല്ല, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാ മോനെ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആദർശ് ഇങ്ങനെ കരയുവാട്ടോ അവിടെ നിന്ന്.
മുത്തശ്ശൻ നിന്നേക്കാളും മനസ്സിന് കട്ടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് മുത്തശ്ശിയോട് പറഞ്ഞില്ലെങ്കിലും എന്നോട് നീയൊന്നും മറച്ചു വയ്ക്കാൻ പാടില്ല എന്ന് മുത്തശ്ശൻ അന്നേരം ആദർശനോട് പറഞ്ഞു. അത് കേട്ടപ്പം മുത്തശ്ശ പ്രാർത്ഥിക്കണം എന്ന് ആദർശു പറയാം. അപ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മാലയിട്ട് മലയ്ക്ക് പോകുക, പ്രാർത്ഥന കുറച്ച് കൂടുതലായിക്കോട്ടെ എന്ന് സ്വാമി ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് മുത്തശ്ശൻ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. ദേവയാനിയെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഒരാൾ വന്നിട്ടുണ്ട് എന്ന് ആദർശ് പറഞ്ഞു. അതാരായാലും ശരി, അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. ജീവൻ ദാനമായി കൊടുക്കാൻ വന്നവരാ. അങ്ങനെയുള്ളവർ ചിലപ്പോൾ പാരിതോഷികങ്ങളൊന്നും വാങ്ങിച്ചില്ലെന്ന് വരും. എങ്കിലും കണ്ടറിഞ്ഞ് നമ്മളെല്ലാം ചെയ്യണമെന്ന് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ പാരിതോഷികമൊന്നും വാങ്ങാത്ത ആളാ സഹായിക്കാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ദേവയാനിക്ക് രക്തം ദാനമായി കൊടുത്തത് നയനമോള, എന്നാൽ മരുമകളാണ് സഹായിച്ചതെന്ന് അമ്മായിമ്മ അറിഞ്ഞാൽ പ്രശ്നമാണെന്ന് കരുതിയാണ് നിങ്ങൾ ദേവയാനിയിൽ നിന്നെല്ലാം മറച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരുമകളുടെ ഹൃദയശുദ്ധി മനസ്സിലാക്കാതെ രോഗത്തിൽ നിന്നും റിക്കവറായ ആ ഒരു നമ്മുടെ ദേവയാനി പലപ്പോഴും മരുമകളെ വിമർശിച്ചതായിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓരോന്ന് മാറി മാറി വരുന്നത്. അപ്പോൾ അതെ, ആ ഭഗവാന് പോലും മോൻ്റെ അമ്മയുടെ സ്വഭാവം മനസ്സിലായി എന്ന് വേണം കരുതാനായിട്ട്. അതിരാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധിയോടെയും വൃത്തിയോടും കൂടി വീട് നോക്കുന്ന കുട്ടിയാണ് നയനമോള്. അവളെ കൂടുതൽ സങ്കടപ്പെടുത്തുന്നതൊന്നും മോൻ്റെ അമ്മ ചെയ്യരുതാത്തതാണ്. ഈ ലോകത്ത് ഏതൊരു അമ്മയും കേൾക്കുന്നത് മക്കളുടെ വാക്കുകളാണെന്നും ഒറ്റമോനാണെങ്കിലോ പിന്നെ അതിനെപ്പറ്റി പറയുകയും വേണ്ട എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് പറയുന്നുണ്ട് മുത്തശ്ശ അമ്മയോട്, പക്ഷേ അമ്മ അങ്ങോട്ട് അതൊന്നും ഉൾക്കൊള്ളുന്നില്ല എന്ന് ആദർശ് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് മോനെ കുഴപ്പം. ഹൃദയം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതുപോലും കൊടുക്കാൻ മനസ്സുള്ള ഒരാളാ മോള്. അതിനെ ഇനിയെങ്കിലും മോൻ്റെ അമ്മ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ദേവയാനിക്കൊരു മാറ്റം ഉണ്ടാകുന്നതെന്നും ചോദിച്ച് പറയുന്നു. ഇപ്പോൾ നയനമോൾ അവിടെ കാവലിരിക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു ആദർശ്. അവളവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തല കുനിച്ച് നിൽക്കുക മുത്തശ്ശൻ. ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ആദർശ് അങ്ങോട്ടേക്ക് പോണു. അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് പോയ സമയത്ത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദർശ് നേരെ ഡോക്ടറെ കാണാനായിട്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നു. പിന്നെ നയന സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാത്തിനും സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളപ്പോഴും ഭാര്യയുടെ ബന്ധുക്കളെയൊക്കെ വിവരം അറിയിക്കണ്ടേ എന്ന് ചോദിച്ചു. നയനയുടെ അച്ഛൻ 2 തവണ അറ്റാക്ക് വന്ന ഒരാളാണ്. അതുകൊണ്ട് അവളുടെ വീട്ടിൽ തൽക്കാലം വിവരം അറിയിക്കേണ്ടതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ തൻ്റെ ലൈഫ് എന്ന് ഡോക്ടർ അന്നേരം ഈ ആദർശിനോട് പറയുന്നു കേട്ടോ. നയനയുടെ സഹായം സ്വീകരിക്കുന്ന ആൾ ആരാണ് ആ കർമ്മം ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. അതുപോലെ തന്നെ ദേവയാനിയുടെ പല ബന്ധുക്കളോടും ഇത് പറഞ്ഞിട്ടുമില്ല. മൂർത്തി സാറിനോടും ഭാര്യയോടും പറയണ്ടെന്ന് മുൻപേ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സാറ് വിളിച്ചിട്ടും ഞാനൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല. എങ്കിലും മൂടി വെച്ച് ചെയ്യേണ്ട കാര്യമൊന്നും അല്ല ഇതെന്ന് പറയുന്ന ഡോക്ടറോട് ഇതെല്ലാം അറിയാം ഡോക്ടർ. പിന്നെ അമ്മയ്ക്ക് നയനോടുള്ള സമീപനം അത് എത്രയാണെന്ന് ഡോക്ടർക്ക് അറിയാമല്ലോ. സത്യം പറഞ്ഞാൽ അമ്മ ഒരിക്കലും അമ്മയുടെ രോഗം മാറാനായിട്ട് ആഗ്രഹിക്കില്ല എന്ന് ഡോക്ടറോട് പറയാം ആദർശം. മരുമകളുടെ ഹെൽപ്പ് കൊണ്ട് ഒരിക്കലും ഒരു ജീവിതം വേണ്ടെന്ന് കരുതും എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഇത് തൻ്റെ വീട്ടിലെ മാത്രമല്ലടോ, മിക്ക വീടുകളിലെയും പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് തെറ്റിദ്ധാരണയിലൂടെയാണ് പലരും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ആൾക്കാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാതെ ബന്ധങ്ങൾ ശിഥിലമാകുന്ന രീതി ഇന്ന് മിക്ക കുടുംബങ്ങളിലും കാണുമെന്നും പറഞ്ഞു. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ ഇരിക്കുക. എന്നെപ്പോലുള്ള ചെറുപ്പക്കാരാ ഇതിനിടയിൽ കിടന്ന് നട്ടം തിരിയുന്നതെന്നും പറഞ്ഞു. ഇവിടെ സൈക്യാട്രിസ്റ്റിനെ കാണാൻ വരുന്ന ആൾക്കാരാണ് കൂടുതലും. ഇപ്പോൾ തൻ്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് അവരെ കൂടുതലും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ മൂടിവെക്കൽ ശരിയോ തെറ്റോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉള്ളിലൊതുക്കി നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അത് പുറത്ത് പറയേണ്ടതായിട്ട് വരും. പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരിക്കുമെന്നും പറഞ്ഞു. നയനയോട് ഒരിക്കലും അമ്മയെ സഹായിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ആദർശ് പറഞ്ഞപ്പോൾ അതറിയാം. പക്ഷെ ആ കുട്ടിയുടെ മനസ്സെന്താണെന്ന് ഇതുവരെ ദേവയാനിക്കും മനസ്സിലായിട്ടില്ല എന്നും നയനി എന്ന പേര് കേൾക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല എന്നും ഡോക്ടർ ഇങ്ങനെ പറയാം. ജയൻ സാറിനും അതിൽ വലിയ വിഷമമൊക്കെ ഉണ്ടോ. പിന്നെ അവർ നയനെ തിരിച്ചറിയുന്നത് ഒരുപക്ഷെ അവരുടെ വാർദ്ധക്യത്തിലായിരിക്കുമെന്നും ഡോക്ടർ പറഞ്ഞേ. അപ്പോഴേക്കും ഒരമ്മായിമ്മ മരുമകൾക്ക് കൊടുക്കേണ്ട സ്നേഹത്തിൻ്റെ വലിയൊരു പങ്ക് അത് നയനയ്ക്ക് നഷ്ടമായി പോകുമെന്ന് മാത്രമൊന്നും ഈ ഡോക്ടർ പറയുന്നതൊക്കെ കേട്ട് ആദർശ് ഇങ്ങനെ തകർന്നിരിക്കും കേട്ടോ. എന്തായാലും നയനയുടെ വീട്ടുകാരെ കാര്യങ്ങൾ അറിയിക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞപ്പം ഞാൻ അതെല്ലാം അറിയിച്ചോളാവെന്നും പറഞ്ഞ് അവരിങ്ങനെ പോരുക. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദർശ് വേഗം കനകത്തിനെ ഫോണിൽ വിളിക്കുക. അമ്മ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. എന്താ മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണേ, അതുകൊണ്ട് അച്ഛൻ ഒന്ന് ഇങ്ങോട്ട് വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശരി മോനെ ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞു കനകം.
അപ്പോൾ നന്ദുവും അതുപോലെ തന്നെ കനവും കൂടി എന്തോ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരിക. മോനെ ആദർശ് മോൻ്റെ അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു കനക നന്ദുവിനോട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദേട്ടനെ കൂട്ടി ചെല്ലാനാ പറഞ്ഞേ, എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം, എന്നിട്ട് അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കാര്യമില്ലെങ്കിൽ ആദർശേട്ടൻ അങ്ങനെ വിളിക്കില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുവാണ്. അങ്ങനെ ഫോൺ എടുത്ത് വിളിച്ചു. അതിനുശേഷം അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അച്ഛനെ ഞാൻ നേരത്തെ ഒന്ന് വിളിച്ചിരുന്ന അമ്മ, അന്നേരം അച്ഛൻ ഫോൺ എടുത്തില്ല അന്നു പറഞ്ഞു. അതായത് മോള് വണ്ടി എടുത്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വീട്ടിലോട്ട് പോവുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് ചെന്നു. അതിനുശേഷം ഗോവിന്ദേട്ടനും അതുപോലെ തന്നെ കനകയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവർ രണ്ടുപേരും കൂടി ഇങ്ങ് വരുന്ന ശേഷം ഇപ്പോൾ ഒന്നും പറയണ്ട, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അച്ഛൻ അറിഞ്ഞാൽ മതി എന്ന് നയനെ പറയുക ആദർശനോട്. ആദർശൻ നിന്ന് കരയുക. അതിന് മുൻപ് അച്ഛനൊന്നും അറിയരുത് കേട്ടോ എന്നും പറഞ്ഞാണ് ഈ നയന പറഞ്ഞു. അപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടെ വന്നു. എന്താ മോനെ, എന്താ കാര്യം എന്ന് ചോദിച്ചു. ആ സമയത്ത് എന്താ മോനെ നീ ആലോചിക്കുന്നതെന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു. അത് പിന്നെ അമ്മയ്ക്ക് ലിവർ സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലിവർ മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കനകവും ഗോവിന്ദേട്ടനും ഞെട്ടി. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക. ലിവർ ഡൊണേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം, അല്ല മോനെ നയനമോൾ ഇവിടെ ഇല്ലേ എന്ന് കനക ചോദിച്ചു. അവൾ പുറത്തോട്ടോ മറ്റോ പോയോന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പം, രാവിലെ മുതൽ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക, അവളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. നയന മൊബൈൽ എടുത്തിട്ടില്ല, ഞങ്ങൾ ഈ അതിരാവിലെയായി സംഭവം അറിയുന്നതേ, അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് പോരുമായിരുന്നു എന്ന് ആദർശ് പറഞ്ഞു. ഓ അങ്ങനെയാണോ, പിന്നെ മോൻ്റെ അമ്മ ഇതുവരെ കാണാൻ പറ്റിയില്ല, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചപ്പോൾ, അത് നയനയുടെ അച്ഛനും അമ്മയും ആയതുകൊണ്ടേ ഡോക്ടർ കാണാൻ സമ്മതിച്ചേക്കും, അവളാണല്ലോ അമ്മയ്ക്ക് ബ്ലഡൊക്കെ കൊടുത്തത്, അതുകൊണ്ടൊരു പ്രത്യേക സ്നേഹമുണ്ട് അവളോട് ഡോക്ടർക്ക്. പിന്നെ അമ്മയ്ക്ക് അവളോടുള്ള ദേഷ്യമൊന്നും ഇതുവരെ മാറിയിട്ടില്ല. രക്തം കൊടുത്തത് മോളാണെന്ന് മോൻ്റെ അമ്മയോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മ അതൊരിക്കലും സ്വീകരിക്കില്ലായിരുന്നു അച്ഛാ, അതാ പറയാതിരുന്നെന്ന് പറഞ്ഞപ്പോൾ, അതൊക്കെ അറിയാം മോനെ, എങ്കിലും വലിയൊരു ഓപ്പറേഷനൊക്കെ നടക്കാൻ പോവുമല്ലേ, അതിനു മുൻപ് അമ്മയൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുമ്പോൾ, സാരമില്ല അച്ഛനും അമ്മയും വരാൻ പറഞ്ഞു. അങ്ങനെ ആദർശ് വിളിച്ചുകൊണ്ട് പോവുക. അല്ല എന്താ മോനെ ശരിക്കും സംഭവിച്ചത് എന്ന് കനകം ഇങ്ങനെ ചോദിക്കുമ്പോൾ, എന്താണെന്നൊന്നും അറിയില്ല, മേ മാരകമായ വിഷമാണ് അമ്മയുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നത്, മൊത്തത്തിലൊന്നും ശരിയായി വരുമായിരുന്നു, അതിനിടയ്ക്കാണ് വീണ്ടും കോംപ്ലിക്കേഷൻ ആയതെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവരകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ദേവയാനി ഇവരെ കണ്ടതും തലയൊക്കെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ച് കിടക്കുക. ദേവയാനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെ കണ്ടത്. അങ്ങനെ നിങ്ങളെ കണ്ട് തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കും കേട്ടോ, തലയും വെട്ടിച്ച്. നിങ്ങളോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല അത് പിന്നെ നിങ്ങളുടെ മകളുടെ മുഖം എന്നെ കാണിക്കരുതെന്ന് പറഞ്ഞതിൽ പിന്നെ അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നും പറഞ്ഞ് ദേവയാനി ഇതുങ്ങളോട് പറയാം. ഇവർ രണ്ടുപേരും ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കുക കേട്ടോ. ഇവിടെ പുറത്തൊക്കെ ചുറ്റി തിരിയുന്നുണ്ടാകും, എങ്കിലും എന്നെ പിന്നെ ആ മുഖം അവൾ കാണിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അവളെക്കാളും വെറുപ്പാ അവളെ ജനിപ്പിച്ച നിങ്ങളോട് എനിക്കെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ഈ കനകത്തിനോടും ഗോവിന്ദേട്ടനോടും പറയാം. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, എൻ്റെ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ദേവയാനിയെ ഒന്ന് കാണണമെന്ന് തോന്നിയോണ്ട് വന്നതാണെന്ന് കനകം പറഞ്ഞപ്പം, ഓ വലിയ ഓപ്പറേഷനൊക്കെ നടക്കാൻ പോവുക, എന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും അല്ലേ, നിങ്ങളത് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന എൻ്റെ മുഖം മനസ്സിൽ പതിപ്പിക്കാനായിട്ട് വന്നതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കനകത്തിനോടും ഗോവിന്ദേട്ടൻ ചോദിച്ചപ്പോൾ, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് ദേവയാനി പറയാം. എന്നെ ഈ പരുവത്തിൽ ഇവിടെ ഇങ്ങനെ കിടത്തിയത് നിങ്ങളുടെ മോളാണെന്നും പറഞ്ഞ് വീണ്ടും ഈ ദേവയാനി പിശാചി നിങ്ങളോട് ഇങ്ങനെ പറയുക. ഇത് കേട്ട് ഇതുങ്ങളിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.